മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഓണം അന്നും ഇന്നും എന്ന പാഠമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗം. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. തകഴി ശിവശങ്കരപ്പിള്ള ആലപ്പുഴ ജില്ലയിലെ തകഴി ഗ്രാമത്തിൽ 1912 ഏപ്രിൽ 17 തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചത്. മലയാളത്തിലെ പ്രസിദ്ധ നോവലിസ്റ്റും കഥാകൃത്തുമാണ് ഇദ്ദേഹം. സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം പച്ചയായി ആവിഷ്കരിച്ച എഴുത്തുകാരിൽ പ്രമുഖൻ. സാധാരണക്കാരുടെ ജീവിതമായിരുന്നു തകഴി തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചത്. കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതമാണ് തകഴിയുടെ കയർ രണ്ടിടങ്ങഴി എന്നീ നോവലുകളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് തകഴി അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പല നോവലുകളും സിനിമയായിട്ടുണ്ട്. ചെമ്മീൻ എന്ന നോവൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഒട്ടുമിക്ക ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിരിക്കുന്നു. ജ്ഞാനപീഠം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ അവാർഡ്, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ തകഴിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തകഴിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കയർ, ചെമ്മീൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, തോട്ടിയുടെ മകൻ, ചുക്ക്, തെണ്ടിവർഗം, 5 പെണ്ണുങ്ങൾ, നുരയും പതയും, പെണ്ണ്, ബലൂണുകൾ, ആകാശം, അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി 34ഓളം നോവലുകൾ തകഴി രചിച്ചിട്ടുണ്ട്. അടിയൊഴുക്കുകൾ, ഒരു കുട്ടനാടൻ കഥ, നിത്യകന്യക, ഇംഗിലാബ്, ഘോഷയാത്ര, പ്രതിജ്ഞ, ചരിത്ര സത്യങ്ങൾ, ഞാൻ പിറന്ന നാട് തുടങ്ങി 17ഓളം കഥാസമാഹാരങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അമേരിക്കൻ തിരശീല തകഴിയുടെ യാത്രാ വിവരണമാണ്. എൻ്റെ വക്കീൽ ജീവിതം, ഓർമ്മയുടെ തീരങ്ങളിൽ, ഇത് രണ്ടും ആത്മകഥയാണ്. അപ്പോൾ തകഴിയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് തകഴി ശിവശങ്കരപ്പിള്ള ജനിച്ചത്. ചെമ്മീൻ തുടങ്ങിയ നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട്. പിന്നെ 34ഓളം നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതേപോലെ 17ഓളം ചെറുകഥകൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം അമേരിക്കൻ തിരശീല, ഓർമ്മയുടെ തീരങ്ങളിൽ, എൻ്റെ വക്കീൽ ജീവിതം, ഇത് രണ്ടും ആത്മകഥയാണ്. ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം എഴുതിയ, സ്വന്തം ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ച കൃതികൾ. 1999 അദ്ദേഹം അന്തരിച്ചത്. ഇനി നമുക്ക് തകഴിയുടെ കുട്ടിക്കാലത്തെ സ്മരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മലയാളികളുടെ ആഘോഷമാണ് ഓണം. ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ, ദരിദ്രരോ സമ്പന്നരോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ടാടുന്ന ആഘോഷമാണ് ഓണം. പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഓണാഘോഷത്തിന് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പൂക്കുട്ടയുമായി പൂ പറിക്കാൻ പോയിരുന്ന ഒരു ബാല്യകാലമാണ് പഴയ കാലത്തെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പൂവില്ല. പൂ പറിക്കാൻ പോകുന്ന കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയില്ല. കടകളിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് വീടുകളിൽ പൂക്കളമിടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. മഹാബലിയുടെ വരവറിയിച്ചുകൊണ്ട് വീടുകൾ തോറും വന്ന് പാടിയിരുന്ന പുള്ളുവന്മാരുടെ പാട്ടും, ഓണദിവസം സ്ത്രീകളുടെ തിരുവാതിരക്കളിയും ഇന്ന് ഓർമ്മകൾ മാത്രം. തൻ്റെ കുട്ടിക്കാലത്തെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം കാലത്തിനൊപ്പം മാറിപ്പോയ ഓണാഘോഷത്തെ വിലയിരുത്തുക കൂടിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ഇനി പാഠഭാഗം നോക്കൂ. ഓണം അന്നും ഇന്നും. അതായത് ഓണം പഴയ കാലവും
ഇന്നത്തെ കാലവും അല്ലേ ഒരു താരതമ്യം കൂടിയാണ് ആര് നടത്തുന്നത്? തകഴി ശിവശങ്കരപ്പിള്ള. കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് പിള്ളേരോണം എന്നായിരുന്നു. പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സൂക്ഷം 28 ദിവസം മുൻപാണത്. അതൊരു ചെറിയ ഓണമായിരുന്നു. 19 കൊല്ലം മുമ്പ് പിള്ളേരും വലിയവരും പിള്ളേരോണം കഴിഞ്ഞ് ദിവസങ്ങൾ എണ്ണി നീക്കുമായിരുന്നു. ഇനിയും 20 ദിവസം, 19 ദിവസം, ഇനിയും 18 ദിവസം എന്നിങ്ങനെ ഓണത്തിലെത്താൻ ദിവസങ്ങൾ എണ്ണുക. എല്ലാവർക്കും ഓരോ ദിവസം കഴിയുന്തോറും വെപ്രാളം കൂടി വരികയായിരുന്നു. ഓണത്തിന് ഇനിയും 15 ദിവസമേ ഉള്ളൂ. എന്തെല്ലാം എടുക്കാൻ കിടക്കുന്നു? ഗൃഹനാഥൻ്റെ പരിഭ്രമമാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നാം ഓണം ആഘോഷിക്കാറുള്ളത്. കർക്കിടക മാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് പിള്ളേരോണം എന്നായിരുന്നു. ചിങ്ങമാസത്തിന് തൊട്ടു മുമ്പുള്ള മാസമാണ് കർക്കിടക മാസം. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ കർക്കിടക മാസത്തിലെ തിരുവോണ നാളിന് പിള്ളേരോണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കുട്ടികളുടെ ഓണം എന്നർത്ഥം. പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സൂക്ഷം എന്ന് പറഞ്ഞാൽ കണിശമായി പറഞ്ഞാൽ 28 ദിവസം മുൻപാണ് കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പിള്ളേരോണം ചെറിയൊരു ഓണം തന്നെയായിരുന്നു. 19 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ കാര്യം. അന്ന് പിള്ളേരും വലിയവരും പിള്ളേരോണം കഴിഞ്ഞാൽ ദിവസങ്ങളിങ്ങനെ എണ്ണി നീക്കും. അതായത് ഇനി എത്ര ദിവസമുണ്ട് ഓണം എന്നുള്ളതാണ് അവർ എണ്ണി നോക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇനി ഇത്ര ദിവസം, ഇനി ഇത്ര ദിവസം എന്നിങ്ങനെ കണക്ക് കൂട്ടി വയ്ക്കുമായിരുന്നു കുട്ടികൾ മാത്രമല്ല വലിയവരും. ഇനി 20 ദിവസം, ഇനി 19 ദിവസം, ഇനി 18 ദിവസം എന്നിങ്ങനെ ഓണത്തിലെത്താൻ എത്ര ദിവസങ്ങളുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കും. എല്ലാവർക്കും ഓരോ ദിവസം കഴിയും തോറും വെപ്രാളം കൂടി വരികയാണ്. കാരണം എന്താണ്? ഓണത്തിന് ഒരുപാട് സാധനങ്ങൾ വേണം അല്ലേ? കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാനുള്ള തിരക്കാണ്. വലിയവർക്ക് ഓണ ആഘോഷത്തിൻ്റെ തിരക്ക് മാത്രമല്ല, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് അല്ലേ? എന്തെല്ലാം എടുക്കാൻ കിടക്കുന്നു? ഗൃഹനാഥൻ്റെ പരിഭ്രമം അതുകൂടിയാണ്. എന്താ പരിഭ്രമം എന്ന് പറഞ്ഞാൽ? വേവലാതി എന്നർത്ഥം. ഗൃഹനാഥൻ വേവലാതി കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഓണക്കോടി എടുക്കണം, ഓണത്തിന് പച്ചക്കറികൾ വാങ്ങണം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിഭ്രമം കൂടി ആർക്കുണ്ടാവും? ഗൃഹനാഥന് ഉണ്ടാവും. അങ്ങനെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ദിവസം എണ്ണി നീക്കുന്ന അല്ലേ ഒരാഘോഷം, അതെത്താനുള്ള ദിവസങ്ങൾ കാത്തിരിക്കുന്ന ഒരാഘോഷമായി മാറുന്നു അന്നത്തെ കാലത്ത് ഓണം. അന്നത്തെ ഓണത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തകഴി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.